കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർത്തത് നമുക്ക് ഒരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്നുള്ളതാണ്. അതിന് രണ്ട് കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്നാമത്തെ കാരണം, നമ്മുടെ ദൈവം സമാധാനത്തിന്റെ അല്ലെങ്കിൽ നിരപ്പിന്റെ ദൈവമാണ്. ആ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തി, അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടേതായിരിക്കുന്ന പരാജയങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുവാനായിട്ട് അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുവാനായിട്ട് സാധ്യമാണ് എന്ന് നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത്, ദൈവം തന്റെ പുത്രനെ ആ പുത്രനിൽ കൂടെ നാം വായിച്ചതുപോലെ നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ കർത്താവായ യേശു ക്രിസ്തു, അപ്പോൾ താൻ ചൊരിഞ്ഞതായിരിക്കുന്ന വിലയേറിയ രക്തമുഖാന്തരം സ്ഥാപിച്ചതായിരിക്കുന്ന പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ നമുക്ക് പാപപരിഹാരം നൽകി എന്ന് മാത്രമല്ല, ഇന്ന് അവൻ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാകൊണ്ട് നമുക്ക് ഒരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ട ആ രണ്ട് കാര്യങ്ങൾ. ഇനിയും ആ വാക്യത്തിലേക്ക് വരുമ്പോ അടുത്ത വാക്ക് എന്ന് പറയുന്നത് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്നാണ്. അപ്പോൾ അവിടെ യഥാസ്ഥാനപ്പെടുത്തട്ടെ അല്ലെങ്കിൽ നമ്മെ സജ്ജരാക്കട്ടെ, നിങ്ങളെ ഒന്ന് നന്നാക്കിയെടുക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയാണ് അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ പ്രാർത്ഥന. അപ്പോൾ ആ യഥാസ്ഥാനപ്പെടുത്തട്ടെ, നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് സജ്ജരാക്കട്ടെ ദൈവം, നിങ്ങളെ കരുത്തരാക്കട്ടെ, നിങ്ങളെ മടക്കി വരുത്തട്ടെ എന്നുള്ളതായ ഒരു പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ ഒരു ആശയം കൂടെ ഇന്നത്തെ ധ്യാനത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്നത്, എക്വിപ്പ് യു എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്ക്, ഒരു വാക്കായിട്ട് നമ്മൾ അവിടെ കണ്ടത്. അതിന്റെ ഒരു ആശയം കൂടെ ഞാൻ പറയാം. പണ്ടത്തെ പോലെയുള്ള കാലത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ്, പണ്ടത്തെ പോലെയുള്ള ഒരു കാലം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദ്യത്തേതിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, ആദ്യത്തിലേക്കുള്ള ഒരു മടക്കം. യഥാസ്ഥാനത്വം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പഴയതിലേക്ക്, പഴയത് എന്ന് പറഞ്ഞ പഴയ നിയമത്തിലേക്ക് എന്നല്ല, പഴയ അനുഭവത്തിലേക്ക്. അവിടെ ആ വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്, പണ്ടത്തെ പോലെയുള്ള ഒരു കാലത്തിലേക്ക്, ആദ്യത്തിലേക്ക് എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയം കൂടെ അവിടെ കാണുന്നുണ്ട്. ഇന്ന് അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറയിൽ നമുക്കറിയാം, ഇന്നത്തെ തലമുറകൾ ആഗ്രഹിക്കുന്നത്, ആത്മീക ഗോളത്തിൽ ആഗ്രഹിക്കുന്നത്, പണ്ടില്ലാത്തതായ എന്തോ ഒന്ന് പുതുതായിട്ട് ഉണ്ടാകണമെന്ന ചിന്തയാണ്. 1-ാം നൂറ്റാണ്ടിൽ ഇല്ലാതിരുന്നത് നമ്മളായിട്ട് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. പുതിയതിനു വേണ്ടിയുള്ള ഒരു ത്വരയാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെതായിരിക്കുന്ന എല്ലാ
പ്രാകൃത വശങ്ങളും ഇന്നത്തെ യോഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. വ്യത്യസ്തമായിരിക്കുന്ന എന്താ പറയുക, DJ പാർട്ടി പോലുള്ളതായിരിക്കുന്ന പാട്ടുകൾ, ഡാൻസുകൾ, കൂത്തുകൾ, ലൈറ്റ് അറേഞ്ച്മെന്റ്സിൻ്റെതായിരിക്കുന്ന ആരവങ്ങൾ എന്ന് വേണ്ട ഏതെല്ലാം തരത്തിലുള്ളതായ ആധുനികവൽക്കരണം, മൈക്ക് വേണ്ടെന്നോ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വേണ്ടെന്നോ അല്ല, മറിച്ച് പണ്ടില്ലാത്തതായിരിക്കുന്ന എന്തിനോ വേണ്ടിയുള്ളതായ ഒരു കാഴ്ചയോടുകൂടെ വൈകൃതമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ തലമുറ വലിച്ചു കൊണ്ടുവരികയാണ്. അതിലേക്കാണ് ആളുകളുടെ ഒഴുക്ക്, അതിലേക്കാണ് ഒഴുക്ക്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ കൂടി വരുന്നത്. ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് കണ്ടപ്പോ അവിടെ ഈ സിനിമാറ്റിക് ഡാൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് പാട്ടുപാടി അവിടെ ഉള്ളതായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ എല്ലാവരും കൂടെ കടന്ന് ആടുകയാണ്. അതിന്റെയും പേരെന്താ? ആരാധന എന്ന പേര്. എന്റെ പ്രിയപ്പെട്ടവരെ, വൈകൃതമാണ്. ദൈവവചനത്തിന് നിരക്കാത്തതായ, ദൈവവചനത്തിന് രേഖയില്ലാത്തതായ ഒരു കാര്യങ്ങളിലും ദൈവത്തിന്റെ മക്കളായ നമ്മൾ അത് ദൈവികമാണ് എന്ന് പറഞ്ഞ് അതിൽ ആസ്വദിക്കുവാൻ നമ്മൾ പോകരുത്. അത് നമുക്കുള്ള കാര്യമല്ല. പുതിയതിലേക്കുള്ള ഒരു കാൽവയ്പല്ല നമുക്ക് വേണ്ടത്, പഴയതിലേക്കുള്ള മടക്കമാണ്. 1-ാം നൂറ്റാണ്ടിലേക്കുള്ള മടക്കം, പഴയ കാലത്തേക്കുള്ള മടക്കം, പണ്ടത്തേതിലേക്കുള്ള മടക്കം, ഒന്നാമത്തേതിലേക്കുള്ള മടക്കം. അതാണ് ആത്മീക ഉണർവെന്ന് പറയുന്നത്. അല്ലാതെ തുള്ളിച്ചാടുന്നതും കൊട്ടിപ്പാടുന്നതും അല്ല ആത്മീക ഉണർവെന്ന് പറയുന്നത്. അതൊക്കെ ഒരു വൈകാരികമായ കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒന്ന് ദയർത്തു കുളിച്ചു ഒരു തൃപ്തിയോടുകൂടെ പിന്നെ അവർക്ക് തോന്നിയതുപോലെ അഴിഞ്ഞാടി ജീവിക്കുന്നു. അതല്ല ആത്മീക ഉണർവ് എന്ന് പറയുന്നത്. ആത്മീക ഉണർവ് പഴയതിലേക്കുള്ളതായ ഒരു തിരിച്ചു വരവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ല എന്ന് വരികിൽ നമ്മൾ തെറ്റിപ്പോകുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നമുക്കൊരു മടങ്ങി വരവ് അത് ഉണ്ടാകണം. അതിനാണ് നാം പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. നമുക്ക് പതുക്കെ മുൻപോട്ട് പോകാം. നമുക്കറിയാം, ഒരു കാലത്ത് മിസ്രയീമിലായിരുന്നതായ ഇസ്രായേൽ ജനത്തെ ദൈവം അവിടെ നിന്ന് എന്ത് ചെയ്തു? മടക്കിക്കൊണ്ടുവന്നു. ബാബേലിൽ പ്രവാസത്തിലായിരുന്ന തന്റെ മക്കളെയും ദൈവം എന്ത് ചെയ്തു? മടക്കിക്കൊണ്ടുവന്നു. എന്നിട്ട് അവരെ പുതിയൊരു കാര്യം ഏൽപ്പിക്കുകയല്ല ചെയ്തത്. ആണോ? ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചതായ കാര്യം മുൻപ് അവർക്ക് എന്തെല്ലാമാണോ വെളിപ്പെടുത്തി കൊടുത്തത് അതിലേക്കാണ് അവർ മടങ്ങിയത്. അതാണ് അവിടെ സംഭവിച്ചത്. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതായിരിക്കുന്ന ജനത്തെ തന്നിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ദൈവം തമ്പുരാൻ ചെയ്തത്. ദൈവം കാണിച്ചു കൊടുക്കാത്ത കാര്യങ്ങൾ, ദൈവഹിതപ്രകാരം അല്ലാത്ത കാര്യങ്ങൾ അവിടെ നടന്നു മരുഭൂമിയില്ലേ. അപ്പൊ ദൈവം എന്താ പറഞ്ഞത്? ദൈവം പറഞ്ഞു, എന്നെ വിടുക, ഈ ജനത്തെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? നശിപ്പിക്കാൻ പോകുന്നു. നിന്നെ മാത്രം ഞാൻ ശേഷിപ്പിക്കും, ബാക്കി എല്ലാറ്റിനെയും ഞാൻ നശിപ്പിക്കാൻ പോകുകയാണ്. എന്താ കാരണം? ദൈവഹിതപ്രകാരം അല്ലാത്തതായ പ്രമാണങ്ങൾ അവരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. പുതിയത് ഒന്നുണ്ടാക്കുവാനായിട്ടുള്ള ശ്രമം അവരിലുണ്ടായി. അത് ദൈവത്തിന്റെ കോപം ജ്വലിക്കുവാൻ കാരണമായി. വലിയ സംഹാരം ദൈവജനത്തിന്റെ മധ്യേ അന്നുണ്ടാകുവാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മടക്കി വരുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ ചെയ്യുന്നത് ആ ജനത്തിന് പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, താൻ ആഗ്രഹിച്ചതായ തന്റെ ലക്ഷ്യത്തിലേക്ക് അവരെ മടക്കി വരുത്തുക എന്നുള്ളതാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില വാക്കുകൾ നമുക്ക് ഒന്ന് നോക്കാം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന്
ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. പുതിയ ഒരു കാലം വരുത്തേണമേ എന്നല്ല ആ ജനം പ്രാർത്ഥിച്ചത്. യിരെമ്യാവ് കരഞ്ഞത് പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തണമേ. അത് നമ്മൾ ചിന്തിക്കുമ്പോ എന്തായിരുന്നു അവരുടെ ആ നല്ല കാലം? പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് അവർ കരഞ്ഞെങ്കിൽ ഏതായിരുന്നു ആ പണ്ടത്തെ കാലം? നമുക്കറിയാം, ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അനേകം കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആകും. അപ്പോൾ അന്ന് ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങളാണ് എന്റെ സമ്പത്ത്, ഈ സർവഭൂമിയും എന്റേതാണ്. പക്ഷേ അതല്ല എന്റെ സമ്പത്ത്. ദൈവം തന്റെ സമ്പത്തായി കണ്ട ജനമാണ് ആര്? ഇസ്രായേൽ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആകും. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ നിങ്ങളെ വീണ്ടെടുത്തത്. എന്താ നാം മനസ്സിലാക്കുന്നത്? ഇന്ന് ഞങ്ങൾക്ക് പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല നാള് തിരികെ തരണമേ എന്ന് യിരെമ്യാ പ്രവാചകൻ വിലപിക്കുന്നെങ്കിൽ, ഇസ്രായേൽ ജനം വിലപിക്കുന്നെങ്കിൽ, അവരുടെ നല്ല കാലം ഏതായിരുന്നു? യഹോവ അവരെ തന്റെ സമ്പത്താണെന്ന് എണ്ണിയ ഒരു കാലം, അവരെ സ്വന്തം ജനമാക്കി തിരഞ്ഞെടുത്ത ഒരു കാലം, അവര് എണ്ണത്തിൽ വളരെ ചുരുക്കമായിരുന്നിട്ടും പിതാക്കന്മാരോട് എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്തതായിരിക്കുന്ന നിയമം പാലിക്കേണ്ടതിനു വേണ്ടി ദൈവം എന്ത് ചെയ്തു? അവരെ വീണ്ടെടുത്തു എന്നാണ്. എത്ര ശ്രേഷ്ഠമായിരുന്ന ഒരു ജനമായിരുന്നു ആ ജനമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും നമ്മൾ നോക്കുക, ഈ വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? അയ്യോ ജനപൂർണയായിരുന്ന നഗരം. അടുത്തത്, ജാതികളിൽ മഹതിയായിരുന്നവൾ, സംസ്ഥാനങ്ങളുടെ നായകിയായിരുന്നവൾ. ആരായിരുന്നു ഇസ്രായേൽ? നിങ്ങൾ ഇവിടെ വേണം കേട്ടോ. ആരായിരുന്നു നിങ്ങൾ ഒരു കാലത്ത് ഇസ്രായേൽ? ഞങ്ങളെ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നല്ല കാലം ഏതായിരുന്നു? അവിടെ നമ്മൾ വായിച്ചതുപോലെ ആ മുഴുവൻ, അവിടെ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുമ്പോ ഫുൾ പീപ്പിൾ, പിന്നെ ഗ്രേറ്റ് എമംഗ് ദം നേഷൻസ്, അതുപോലെ പ്രിൻസസ് എമംഗ് ദ പ്രൊവിനൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവര് എല്ലായിടത്തും തിളങ്ങി നിന്നവരായിരുന്നു. ആര്? ഇസ്രായേല്, ദൈവത്തിന്റെ ജനം. എല്ലായിടത്തും തിളങ്ങി നിന്ന ഒരു കാലം അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ മനോഹാരിതയിലേക്കാണ് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? ഞങ്ങളെ തിരികെ കൊണ്ടുവരണമേ. റിന്യൂ അവർ ഡേയ്സ്
ആസ് ഓഫ് ഓൾഡ് എന്നാണ്. പഴയതിലേക്ക് ഞങ്ങളെ തിരിച്ചു വരുത്തണമേ. ജനപൂർണമായിരുന്ന, മഹതിയായിരുന്ന, പിന്നെ നായകിയായിരുന്ന ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ, യഥാസ്ഥാനത്താക്കണമേ. ഇത് നമ്മോടുള്ള കോണ്ടെക്സ്റ്റിൽ ഞാൻ ഇന്ന് അധികം വിശദീകരിക്കുന്നില്ല. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് വിശദീകരിക്കാമെന്ന് കരുതുകയാണ്. ഇന്ന് ഈ പഴയ നിയമത്തിൽ ഒതുങ്ങി നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇതിനോട് താതാത്മ്യപ്പെടുത്തുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ എടുത്തുകൊള്ളാം. ഇന്ന് ഈ പഴയ നിയമത്തിൽ ഞാൻ ഒതുങ്ങി നിൽക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിന്റെ തന്നെ ഈ വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ വായിച്ചതുപോലെ ഞങ്ങളെ ആ പണ്ടത്തെ നല്ല കാലത്തിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, എസ്രായുടെ നേതൃത്വത്തിൽ വന്ന് യെരൂശലേം ദേവാലയം പുതുക്കി പണിയുവാൻ ആരംഭം കുറിക്കുന്ന സമയത്ത് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. അവിടെ വായിക്കുന്നത്, എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. എന്താ കാരണം? എന്തിനാണ് അവർ കരഞ്ഞത്? ഏതിനാണ് അവർ കരഞ്ഞത്? മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ളവർ. മനസ്സിലായോ? ഇനി ഈ ആലയം പണിയാൻ പോകുന്നത് ഇവരുടെ അഭിപ്രായത്തിലല്ല. ആലയം പുതുക്കി പണിയേണ്ടത് ഇവർക്ക് തോന്നിയതുപോലെയല്ല. ഒരു ഉണർവുണ്ടാകണമെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതല്ല ഉണർവ്, എങ്ങനെയെങ്കിലും പണിയുന്നതല്ല. അവിടെ എന്താണ്? ആ വൃദ്ധരായിരിക്കുന്ന ആദ്യത്തെ ശലോമോന്റെ കാലത്ത് ആലയം പണിത സമയത്ത് ആ ആലയത്തിന്റെ മനോഹാരിത കണ്ടിട്ടുള്ള വയോവൃദ്ധന്മാർ അവര് വീണ്ടും അത് പുതുക്കി പണിയേണ്ടതിന് അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ അവർ കരയുവാൻ തക്കവണ്ണം ഇടയായി. അതാണ് ഉണർവെന്ന് പറയുന്നത്, അതാണ് യഥാസ്ഥാനത്വം എന്ന് പറയുന്നത്, അതാണ് മടങ്ങി വരവെന്ന് പറയുന്നത്, അതാണ് നന്നാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ എനിക്ക് ബോധിച്ചതുപോലെ നന്നാക്കിയെടുത്തു, ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്, അതാണ് നന്നാക്കിയെടുക്കലിന്റെ മാർഗം. നോ, അതല്ല മാർഗം. പണ്ടത്തെ പോലെ ആദ്യ നാളുകളിൽ അവിടെ വായിക്കുന്നത് ഫസ്റ്റ് ഹൗസ് എന്ന ഇംഗ്ലീഷ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ വീട് എങ്ങനെയായിരുന്നുവോ അതുപോലെ പണിയാൻ അടിസ്ഥാനമിട്ടത് കണ്ടപ്പോൾ ആ ദൈവഭക്തന്മാർ കരഞ്ഞു എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യകാലത്തെയും നമുക്കറിയാം, ആലയം പണിയാനായിട്ടുള്ള താല്പര്യവും അതിനുവേണ്ടി ഒരുക്കി വെച്ചതായിരിക്കുന്ന സാധന സാമഗ്രികളും ആ ജനത്തിന് അത് പണിയുവാനുണ്ടായിരുന്നതായ ഉത്സാഹവും അവർ അതിനുവേണ്ടി സ്വമേധാദാനമായി കൊടുത്തതായ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അതിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. ആ പണ്ടത്തെ നാളുകൾ, ആദ്യത്തെ കാലത്തേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ എന്നാണ് അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലും ഈ ഇസ്രയേലിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ അവിടെ നാം വായിക്കുന്നുണ്ട്. സൗന്ദര്യ പൂർത്തി എന്നും സർവ മഹീതലമോദം എന്ന് വിളിച്ചു വന്ന നഗരം ഇത് തന്നെയോ. എന്തായിരുന്നു അവരെ വിളിച്ചിരുന്ന പേര്? ദ പെർഫെക്ഷൻ ഓഫ് ബ്യൂട്ടി. അന്നത്തെ ഇസ്രയേലിനെ കണ്ട്, യെരൂശലേമിനെ കണ്ട് ആളുകൾ പറഞ്ഞ പേരാണെന്ത്? ദ പെർഫെക്ഷൻ ഓഫ് ബ്യൂട്ടി. അവിടെ വായിച്ച വാക്കെന്താണ്? സൗന്ദര്യ പൂർത്തി. പിന്നെ സർവ മഹീതല മോദം എന്ന് പറഞ്ഞാൽ ദ ജോയ് ഓഫ് ദ ഹോൾ എർത്ത് എന്നാണ്. മുഴുവൻ ഭൂമിക്കും സന്തോഷമായിരുന്നവളായിരുന്നു ആര്? ഇസ്രയേൽ. എന്നാൽ ഇന്ന് എവിടെ കിടക്കുന്നു? യിരെമ്യാവ് കരയുമ്പോൾ ഇസ്രയേൽ മക്കൾ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരയണമേ എന്ന് പറഞ്ഞവർ കരയുമ്പോൾ ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്?
അതൊരു വല്ലാത്ത അവസ്ഥയാണല്ലേ. വളരെ പരാജയം നുകർന്ന് ജീവിക്കുന്നതായ ഒരവസ്ഥയിലാണ് ഇന്ന് അവർ ആയിരിക്കുന്നത്. ഞാൻ വേഗത്തിൽ പറയട്ടെ ചില വാക്കുകൾ. അന്ന് ഇസ്രയേലിൽ യാഗപീഠങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് വിശുദ്ധ മന്ദിരം അവിടെ ഉണ്ടായിരുന്നു. ആരാധന അവിടെ ഉണ്ടായിരുന്നു. പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ സമൃദ്ധി ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നിറഞ്ഞതായ രണ്ടാമത്തെ വിലാപങ്ങളുടെ പുസ്തകം 2:1 നാം വായിക്കുന്നത്, അവൻ ഇസ്രയേലിന്റെ മഹത്വം, ആ ഇസ്രയേലിന്റെ മഹത്വം ആകാശത്ത് നിന്ന് ഭൂമിയിൽ ഇട്ട് കളഞ്ഞു എന്ന് പറയുമ്പോൾ, ഒരു കാലത്ത് ഇസ്രയേലിന്റെ മഹത്വം ആകാശത്തോളം ഉയർന്നു നിന്നിരുന്നു. ഇസ്രയേലിന്റെ മഹത്വം അത്രയ്ക്ക് വലുതായിരുന്നു. കാരണം ലോകത്തിൽ വേറെ ഒരിടത്തും ഇല്ലാത്തതായ എല്ലാ കാര്യങ്ങളും ഇസ്രയേലിൽ, യെരൂശലേമിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ പാട്ടുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, ആരാധനയുണ്ടായിരുന്നു, വചന ശുശ്രൂഷയ്ക്ക് ആളുണ്ടായിരുന്നു, അവിടെ പുരോഹിതന്മാരുണ്ടായിരുന്നു. എല്ലാവരും ചേർന്നിട്ടുള്ളതായ ഒരു നല്ല ക്രമീകരണം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നോ അതെല്ലാം താളം തെറ്റി, എല്ലാം സ്ഥാനം വിട്ടു മാറി. അതുകൊണ്ടാണ് അന്നത്തെ ദൈവഭക്തന്മാർ കരഞ്ഞത്, പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ കാലത്തിൽ നാം തൃപ്തരാണെങ്കിൽ അയ്യോ, നമ്മൾ ഏറ്റവും താഴെയാണ്, ഏറ്റവും താഴെയാണ്. ഇങ്ങനെയല്ല നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട മനോഭാവം. ഇന്നത്തെ അവസ്ഥ എനിക്ക് മതി, ഇതിൽ അല്പം പോലും മുൻപോട്ട് പോകേണ്ടതില്ല, ഞാൻ തൃപ്തനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ പരാജിതരാണ്, നാം പരാജിതരാണ്. കാരണം ഇന്ന് നമ്മൾ ഈ പണ്ടത്തെ അനുഭവം ഇന്ന് നമുക്ക് ഇല്ല, ഇല്ല, ഇല്ല. 100% അത് സത്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് കാണാൻ നമുക്ക് പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം എനിക്ക് തരണമേ എന്ന് എത്രയോ വട്ടം പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷെ നമുക്കാർക്കും നേരമില്ല, നമുക്കാർക്കും നേരമില്ല, നമുക്കാർക്കും സമയമില്ല. നമുക്കെല്ലാവർക്കും ഇന്ന് പുതിയതിനു വേണ്ടി ഈ ലോകത്തിന് വേണ്ടി, നിയമമല്ലാത്തതിന് വേണ്ടി ഓടാനാണ് നമ്മുടെ തിരക്കുകൾ. അത് അവസാനിപ്പിക്കണം. ഈ യഥാസ്ഥാനത്വം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മിൽ ഒരു യഥാസ്ഥാനത്വം ഉണ്ടായിട്ടില്ലെങ്കിൽ, എന്തിന് കഴിഞ്ഞ 9 മാസമായി ഈ ക്ലാസ് നമ്മൾ എടുത്തു, എന്തിനാ നമ്മൾ ഈ വചനം പഠിച്ചു? നമ്മിൽ ഒരു മാറ്റം വേണ്ടേ? ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തിനാ ഈ ക്ലാസ് നടത്തിയത്? എന്തിനാ ഞാൻ ഈ തൊണ്ട കീറിയത്? എന്തിനാ മണിക്കൂറുകൾ ചെലവഴിച്ചത്? എന്തിനാ ദൈവം വചനം തന്നത്? നമ്മിൽ ഒരു മാറ്റം ഉണ്ടാകണം. പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം എനിക്ക് തരണമേ എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവെ, മുമ്പിലത്തെ ആ ആലയത്തിന് ഒരു അടിസ്ഥാനമിട്ടത് കണ്ടപ്പോൾ അവർ കരഞ്ഞു. ഇന്ന് പണ്ടത്തേതിലേക്ക് ഒന്ന് മടങ്ങി വരണമെന്ന് ദൈവദാസന്മാർ പറഞ്ഞാൽ കരച്ചിലല്ല ഉണ്ടാകുന്നത്, പരിഹാസമാണ്. പിന്നെ ഒരു ഉണർവ് പ്രസംഗിക്കാൻ നടക്കുന്നു, ഒരു മടങ്ങി വരവ്, ഇതൊക്കെ നടക്കണ വല്ല കാര്യവും ആണോ? ഇത് ആരെ കൊണ്ട് പറ്റുമെന്നായി പറയണേ? ആർക്കാ ഇവിടെ സമയം? ഇത് 1-ാം നൂറ്റാണ്ടാണോ? ഇത് എത്രാമത്തെ നൂറ്റാണ്ട്? ഇത് 21-ാം നൂറ്റാണ്ടാണ്. ആർക്കാ സമയം? എനിക്ക് സമയമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ പോവും. പ്രിയപ്പെട്ടവരെ, വേണ്ട. അതിൽ നിന്ന് ഒരു മടങ്ങി വരവ് ഉണ്ടാകുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ യെരൂശലേം അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അതിന്റെ ശ്രേഷ്ഠതയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലത്ത് നിന്നാണ് അത് താഴേക്ക് പോയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളുടെ ജീവശ്വാസമായി യഹോവയുടെ അഭിഷിക്തനായവൻ അവരുടെ കുഴികളിൽ അകപ്പെട്ടിരിക്കുന്നു. അവന്റെ നിഴലിൽ നാം ജാതികളുടെ മധ്യേ ജീവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. വല്ലതും മനസ്സിലായോ? ഇസ്രയേലിന്റെ നല്ല കാലത്ത്, യെരൂശലേമിന്റെ നല്ല കാലത്ത്, ജനം ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന കാലത്ത് എന്താ ഉണ്ടായത്? യഹോവയുടെ അഭിഷിക്തന്മാരെ എങ്ങനെയാ കണ്ടത്? ആ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. എങ്ങനെയാ കണ്ടത്? യഹോവയുടെ അഭിഷിക്തന്മാരെ എങ്ങനെയാ കണ്ടത്? ജീവശ്വാസമായിട്ടാ കണ്ടത്. ഇന്ന് ആരും കാണുന്നില്ല, അതാ പറയാത്ത. ഇന്ന് ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ആർക്കാ വേണ്ടത്?
ആർക്കാ ദൈവത്തിന്റെ പ്രവാചകന്മാരെ വേണ്ടത്? എവിടെയാ ദൈവദാസന്മാരെ വേണ്ടത്? ഒരു ചടങ്ങിന് ഒരാള് വേണം, സഭയിൽ ശുശ്രൂഷിക്കാൻ, ബൈബിൾ ക്ലാസ് എടുക്കാൻ ഒരാൾ വേണം, പ്രസംഗിക്കാൻ ഒരാൾ വേണം. ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ദൈവത്തിന്റെ അഭിഷിക്തന്മാരായി കണ്ടിരുന്ന ഒരു കാലം ഇസ്രയേലിന് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ അതേ ജനം എന്താ ചെയ്തത്? അഭിഷിക്തന്മാർക്ക് വിരോധമായി പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു. ശൗൽ രാജാവിനെ കൊന്നു കളയാനുള്ള ഒരു അവസരം ഉണ്ടായപ്പോൾ അബീശായി എന്ന് പറയുന്ന ആ സേനാ നായകൻ വന്ന് ദാവീദിനോട് പറയുന്നുണ്ട്, ഇതാണ് അവസരം യജമാനനെ. അപ്പോൾ ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയുന്നത്? യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കരുത്. മറ്റൊരു വാക്യം അത് 1 ശമൂവേൽ 26:9 2 ശമൂവേൽ 19:21 വായിക്കുന്നത് അഭിഷിക്തനെ ശപിച്ചാൽ മരണമെന്നാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ശപിച്ചാൽ, അവരെ അവഗണിച്ചാൽ, അവരെ നിരാകരിച്ചാൽ അത് മരണത്തിലേക്കുള്ള പോക്കാണ്. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ജീവശ്വാസത്തിന് തുല്യമായി കാണണം. കാരണം എന്താ? അവരില്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കാൻ അവസരമില്ല. ആ മാന്യത ഒരു കാലത്തുണ്ടായിരുന്നു. അവരാണ് അത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് അവർക്ക് അറിയുന്നത് എന്ത്? പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം ഞങ്ങൾക്ക് തിരികെ തരയണമേ. പ്രിയപ്പെട്ടവർ, ഇത് പുതിയ നിയമത്തോട് കണക്ട് ചെയ്ത് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഞാൻ പറഞ്ഞുകൊള്ളാം. ഇവരെ കരയുകയാണ് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. 137 സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വരാം. 137 സങ്കീർത്തനത്തിൽ അവർ കരയുന്ന ഒരു കരച്ചിൽ അവിടെയും നമ്മൾ കാണാം. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിന്റെ നടുവിലെ അലറി വൃക്ഷങ്ങളിൽ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീനെന്ന് അവർ ഞങ്ങളോട് ചോദിച്ചു. പക്ഷേ 4-ാം വാക്യം, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? എന്തേ പാടാൻ പറ്റാത്തത്? ഇന്നെന്തേ നമുക്ക് പാടാൻ പറ്റാത്തത്? ഇന്നെന്തേ ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിറവേറാത്തത്? എന്തേ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാനായിട്ട് നാം മടി കാണിക്കുന്നത്? എന്തേ ദൈവത്തോടുള്ള ബന്ധം പുലർത്തുവാൻ നമുക്ക് മടിയുള്ളത്? ഞാനിപ്പോൾ ഒരു ദൈവദാസന്റെ സന്ദേശം കേൾക്കുകയാണ്. മറ്റനേക കാര്യങ്ങൾക്ക് താൻ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ, ഇന്ന് കർത്താവിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സമയമില്ല. പക്ഷേ മണിക്കൂറുകൾ ഈ ഓൺലൈനിൽ ആണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ നിങ്ങൾ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നവരാണ്. നിങ്ങൾ സഭായോഗത്തിന് വരുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ 24 മണിക്കൂറിൽ 10 മിനിറ്റ് പോലും ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിക്കാതെ മണിക്കൂറുകൾ ഇതിന്റെ മുമ്പിൽ ചെലവഴിക്കുന്നെങ്കിൽ അയ്യോ, നിങ്ങൾ അമ്പേ പരാജയമാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. അന്യദേശത്ത് എന്ന പോലെ നമ്മൾ നായിപ്പോയി. പാട്ടില്ല, പ്രാർത്ഥനയില്ല, വചനവായനയില്ല, ധ്യാനമില്ല. എന്തിനാ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? എന്തിനാ വിശ്വാസി എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? നമുക്കൊന്ന് മടങ്ങി വരാം എന്റെ സഹോദരങ്ങളെ. നമുക്കൊന്ന് യഥാസ്ഥാനപ്പെടാം. പണ്ടത്തെ പോലെ, 1-ാം നൂറ്റാണ്ടിലെ പോലെ, രക്ഷിക്കപ്പെട്ട നാളിലെ പോലെ. ഞാനിന്ന് ആ രക്ഷിക്കപ്പെട്ട കാലം മുതൽ കുറെ സമയം ഇന്ന് ഞാനിങ്ങനെ ഓർക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. എത്രയോ ആനന്ദത്തിന്റെ നാളുകൾ, സന്തോഷത്തിന്റെ നാളുകൾ, ഒന്ന് വൈകുന്നേരമാകാൻ കൊതിച്ച നാളുകൾ, ദിവസവും ഒന്ന് വൈകുന്നേരമാകാൻ. എന്തിനാ? ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, 2 പാട്ടുപാടാൻ, ദിവസവും വൈകിട്ട് 7 മണിയാകാൻ കൊതിച്ചിരുന്ന കാലം. ഇന്നോ? എവിടെയാ? സഭയിൽ എത്ര പേരുണ്ട് നമ്മുടെ? സമയമില്ലാഞ്ഞിട്ടാണോ? അല്ല, മനഃപൂർവം പലരും വരുന്നില്ല. ഇതൊന്നും യോഗ്യമായ കാര്യമല്ല. നാം യഥാസ്ഥാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ അനേക കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നാം ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഇനി ചില കാര്യങ്ങൾ ഓടിച്ച് ഞാൻ പറയാം.
ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. നാം അത് ഈ ക്ലാസിന്റെ ആരംഭ നാളിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ നിന്നൊക്കെ നമ്മൾ തുടങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നില്ലെങ്കിൽ ഒന്ന് ഓർത്തോ. ദാനിയേലിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അവൻ ആ യഥാസ്ഥാനത്വത്തിന് വേണ്ടി ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞാൽ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ ദൈവജനത്തിന് ഒരു മടങ്ങിവരവ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദാനിയേലാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ദൈവം ഒരു ജാതീയ രാജാവിന്റെ ഹൃദയത്തെ ഉണർത്തിയത്. അവിടെ നിന്നാണ് സെരുബാബേൽ, യേശുവ, അതുപോലെ ഹഗ്ഗായി, അതുപോലെ സഖര്യാവ്, അതുപോലെ യസ്ര, നെഹമ്യാവ് എന്നീ പറയുന്ന ദൈവത്തിന്റെ ഭൃത്യന്മാരെ ദൈവം ചെയ്തത്, എഴുന്നേൽപ്പിച്ചത്. എന്തിന്റെ ഉത്തരമായിട്ട്? പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട്. പുതിയതെന്ന് കണ്ടുപിടിച്ചതല്ല. അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഈ യിരെമ്യാവിനോട് ചേർന്നാണ് ദാനിയേലും പ്രാർത്ഥിച്ചത്. എന്താ പ്രാർത്ഥിച്ചത്? ദൈവമേ, പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. ആ പ്രതാപത്തിന്റെ കാലം, ഏറ്റവും ആകാശത്തോളം ഉയർന്നിരുന്നതായ മഹത്വം, ജനപൂർണമായിരുന്ന, മഹതിയായിരുന്ന, എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായിരുന്ന ഒരു രാജ്യമായിരുന്നു. നമുക്കറിയാം, യോശുവായുടെ കാലത്ത് പട്ടണം പിടിക്കാനായിട്ടങ്ങ് ചെല്ലുമ്പോ ആ രാഹാബ് എന്ന് പറയുന്ന വേശ്യ എന്ന് പറഞ്ഞത്, നിങ്ങൾ നിമിത്തം, ഇസ്രായേൽ ജന നിമിത്തം ഇവിടെ ആകപ്പാടെ പേടിച്ചിരിക്കുകയാണ്, ഭ്രമിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് അവരെ കാണുമ്പോൾ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതായ ആ വാക്യം പോലെ, ഈ ദൈവത്തിന്റെ ആലോചനകളെ മറുതലിച്ചു കളയുന്ന, അവരെ പരിഹസിക്കുന്ന രീതിയിലേക്കെല്ലാം മാറ്റപ്പെടുവാൻ തക്കവണ്ണം കാരണമായി. ഈ വിലാപങ്ങളുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിന്റെ ഒക്കെ ഒറ്റ കാരണം അവർ ചെയ്തതായ പാപം, പാപം, പാപം എന്ന് തന്നെയാണ് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാം വായിച്ചതുപോലെ ഈ ദൈവത്തിന്റെ പ്രവാചകന്മാരാൽ ദൈവം ഓരോ കാര്യം ചെയ്യുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നെഹമ്യാവ് 2:12 എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, നെഹമ്യാവ് യെരൂശലേമിനെ കുറിച്ച് കേട്ടതായിരിക്കുന്ന വാർത്ത തന്നെ വേദനിപ്പിച്ചു, തന്നെ കരയിപ്പിച്ചു. അതിന്റെ ഉത്തരമായിട്ട് ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നെഹമ്യാവിന്റെ ഉള്ളിൽ ദൈവം അങ്ങോട്ട് ഇട്ടുകൊടുത്തു. എന്തായിരുന്നു അതെന്നറിയാമോ? 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. നെഹമ്യാവ് 7:1. എന്നാൽ മതിൽ പണിത് തീർത്തു, കതകുകൾ വെച്ചു, വാതിൽ കാവൽക്കാരെ നിർത്തി, സംഗീതക്കാരും ലേവ്യരെയും നിയമിച്ചു എന്നാണ് വായിക്കുന്നത്. ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? പഴയതിലേക്ക് മടക്കി വരുത്തുക. പഴയ ദൈവാലയം, പഴയ വാതിൽ, പഴയ മതില്, പഴയ ശുശ്രൂഷകൾ, അതിലേക്ക് എന്ത് ചെയ്യണം? നെഹമ്യാവേ, നീ മടങ്ങി വരണം. അതിനു വേണ്ടിയാണ് തന്റെ ജോലികൾ വേണ്ട എന്ന് വെച്ച് യെരൂശലേമിലേക്ക് യാത്ര ചെയ്ത് അതിനാവശ്യമായിരിക്കുന്നതെല്ലാം സമ്പാദിച്ച് അവൻ അവിടെ ചെന്ന് ആ പണികൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത് എന്ന് നമ്മൾ കാണണം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, ഈ നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് ഒരു വലിയ ഉണർവിന്റെ കാലഘട്ടമായിരുന്നു. എപ്പോൾ പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലത്തേക്ക് വന്നപ്പോ, പഴയ കാലത്തിലേക്ക് തിരികെ വന്നപ്പോ, പഴയ ദൈവാലയത്തെ പുതുക്കി പണിതപ്പോ, പഴയ ആരാധനയിലേക്ക് മടങ്ങി വന്നപ്പോ, പഴയ വാതിലുകൾ പുതുക്കി വെച്ചപ്പോ, പഴയ മതിലുകൾ പുതുക്കി പണിതപ്പോ, പഴയ ആ ലേവ്യരായിട്ട്, സംഗീതക്കാരായിട്ട് അനേകരെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തുണ്ടായി? ഒരു വലിയ ആത്മീകമായിരിക്കുന്ന സന്തോഷത്തിലേക്ക് ആ ജനം മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അതിന്റെ 8-9 അധ്യായങ്ങൾ, അതായത് നെഹമ്യാവിന്റെ പ്രവചനം 8-9 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നാം നേരത്തെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണോ അവർക്ക് നഷ്ടമായത് എന്ന് പറഞ്ഞുവോ, ആ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് തിരികെ കിട്ടുന്ന അധ്യായമാണ് നെഹമ്യാവിന്റെ പുസ്തകം 8-9 അധ്യായങ്ങൾ. അപ്പൊ മടങ്ങിവരവ് സാധ്യമാണോ? യഥാസ്ഥാനത്ത് സാധ്യമാണോ? മടങ്ങിവരവ് സാധ്യമാണോ?
പണ്ടത്തെ പോലെ ഒരു നല്ല കാലം സാധ്യമാണോ? ഒരു നമ്മെ നന്നാക്കി എടുക്കൽ സാധ്യമാണോ? ദൈവത്തിനായി പ്രയോജനപ്പെടുന്നത് സാധ്യമാണോ? തികച്ചും സാധ്യമാണ്. പക്ഷെ ഉണ്ടാകേണ്ട കാര്യമുണ്ട്. നാം അതിന്റെ അതിന്റെ 8-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഒരുമനപ്പെട്ട് കൂടി എന്നാണ്. ഒരു വലിയ ആത്മീക ഉണർവ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒന്നാമത് സംഭവിച്ചത് എന്താണ്? ഒരു മനസ്സാണ്. 2-3 വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് അത് വീട്ടിൽ പോയി വായിക്കുന്നത് നല്ലതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അവിടെ വായിക്കുന്നത് വചനം ശ്രദ്ധയോടെ അവര് കേട്ടു എന്നാണ്. അപ്പോൾ അവര് പണ്ടത്തെ പോലെ ഉള്ളതായിരിക്കുന്ന ഒരു നല്ല കാലത്തിലേക്ക് വന്നു എന്നതിന്റെ തെളിവാണത്. അവർക്ക് ഒരു മനസ്സുണ്ടായി. പിന്നെ ദൈവവചനം കേൾക്കാനുള്ളതായിരിക്കുന്ന, അത് ശ്രദ്ധയോടെ കേൾക്കാനുള്ളതായ ഒരു മനസ്സവർക്കുണ്ടായി. 5-ാമത്തെ വാക്യം, ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. ആരുടെ മുമ്പിൽ? യെസ്രായുടെ മുമ്പിൽ അവർ എഴുന്നേറ്റ് നിന്നു. യെസ്ര വിശുദ്ധ വേദപുസ്തകവും പിടിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ജനം ഉറക്കം തൂങ്ങിയിരുന്നു എന്നല്ല, ആ ജനം എന്ത് ചെയ്തു എന്നാണ്? അവർ എഴുന്നേറ്റ് നിന്ന് ശ്രദ്ധയോടുകൂടെ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു, പ്രാർത്ഥനയോടുകൂടെ. അതാണ് കേട്ടോ ഉണർവിന്റെ ലക്ഷണം. ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന കാതുകൾ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതായ ഒരു മനസ്സ്. നിർബന്ധത്താലല്ല. ഇന്ന് ആയിപ്പോയി ബൈബിൾ ക്ലാസ്, ഇതും കൂടെ ഇല്ലാതിരുന്നെങ്കിൽ ഇന്നുകൂടെ അത്രയും നേരം കൂടെ എന്തെങ്കിലും ജോലി ചെയ്യാമായിരുന്നു. ഈ ബൈബിൾ ക്ലാസ് വേണ്ടായിരുന്നു, ഇങ്ങനൊരു മീറ്റിങ്ങുകൾ വേണ്ടായിരുന്നു. അത്ര സമയം കൂടെ എന്തെങ്കിലും ചെയ്ത് സമയം കളയാമായിരുന്നു. ദത്തപ്പാടാണ്. അല്ല പ്രിയപ്പെട്ടവരെ, മടങ്ങി വരണം നമ്മൾ. യെസ്രായുടെ മുമ്പിൽ ആ ജനം എഴുന്നേറ്റ് നിന്ന് കൊതിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ അവർ യഹോവയെ സ്തുതിച്ചു. എന്താ അത് കാണിക്കുന്നത്? ആരാധനയിലേക്ക് അവര് മടങ്ങി വന്നു. ദൈവം ആരാണ് എന്ന് അവർ ഓർത്തു. അവർ ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായി. 7-8 വാക്യങ്ങളിൽ അവർ പൊരുള് തിരിച്ചു കൊടുത്തു, അർത്ഥം പറഞ്ഞു കൊടുത്തു. ആര്? ഈ ദൈവദാസനായിരുന്ന യെസ്ര ചെയ്ത കാര്യമാണ്. യെസ്ര പുരോഹിതൻ ചെയ്ത കാര്യമാണ്. എഴുന്നേറ്റ് നിന്ന് കൊതിച്ചതായ ആ ജനത്തിന്റെ മുൻപിൽ ദൈവവചനത്തിന്റെ പൊരുള് തിരിച്ചു കൊടുത്തു. ഇതാണ് മക്കളെ ഇതിന്റെ അർത്ഥമെന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത വാക്ക് 9-ാമത്തെ വാക്യം, ആ ജനം കരഞ്ഞു എന്നാണ്. എന്തേ കരഞ്ഞത്? ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് പൊരുൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഈ വചനത്തിന്റെ അർത്ഥം ഞങ്ങൾ കേട്ടിരുന്നില്ല. ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ആകപ്പാടെ തകർന്നവരായിരുന്നു. എന്നാൽ ഇന്ന് ദൈവമേ, അങ്ങയുടെ ദാസനിലൂടെ അങ്ങ് സംസാരിച്ചുവല്ലോ എന്ന് പറഞ്ഞ് ആ ജനം ഏറ്റവും കരഞ്ഞു. നമുക്ക് ആർക്കാ കരച്ചിൽ വന്നത്? നല്ലോണം നിർത്തിയാൽ മതിയായിരുന്നു. സമയം 8:30 വീട്ടിൽ പോകണം, പല കാര്യങ്ങൾ ഇനിയുണ്ട് യാത്ര ചെയ്യാൻ. അല്ല പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ മുൻപാകെ കരയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യെസ്ര പറയുന്നുണ്ട്, പകർച്ച കൊടുത്തയക്കി. അവരവിടെ വലിയ സന്തോഷമായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പറയുകയാണ്, ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യണം? പകർച്ച കൊടുത്തവർ. ഇതൊക്കെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞോളാം. പകർച്ച കൊടുത്തു വിടണം. ഇത്രയും നാള് അവനോന്റെ കാര്യം എന്നുള്ളതായിരുന്നു. പക്ഷേ അവര് ദൈവം മടക്കി വരുത്തിയപ്പോ തങ്ങൾക്കുള്ളത് പങ്കുവെക്കാനുള്ള മനസ്സ് അവർക്കുണ്ടായി. പിന്നെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവർ അത്യന്തം സന്തോഷിച്ചു എന്നാണ് വായിക്കുന്നത്. പിന്നെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പണ്ടേ നിന്നുപോയതായിരിക്കുന്ന കൂടാര പെരുന്നാളിലേക്ക് അവര് തിരികെ വന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ സഭായോഗം അവര് കൂടി. ഇതാണ് കേട്ടോ ആത്മീകമായി മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ മടങ്ങി വരവ് എന്ന് പറഞ്ഞാൽ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ വരിക എന്നതാണ്. അല്ലാതെ താല്പര്യമുണ്ട് എന്നുള്ളതല്ല. സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. സഭായോഗങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയാകണം. അത് മടങ്ങി വന്ന പണ്ടത്തെ പോലെയുള്ള നല്ല കാലം അവർക്കുണ്ടായപ്പോൾ അവരിൽ ഉണ്ടായത് അതാണ് സഭായോഗങ്ങൾ. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
അവർ വേർപെട്ടു. അവർ ദൈവവചനം വായിച്ചു കേട്ടു. ദൈവത്തിന്റെ മുൻപാകെ അവർ നമസ്കരിക്കുവാനിടയായി. അവർ തീരുമാനിച്ചു, ഇനി ഞങ്ങളെ അശുദ്ധമാക്കുന്നതിലേക്ക് ഞങ്ങൾ ചേരുകയില്ല. ഞങ്ങൾ ഒരു വേർപാട് ജീവിതം ഞങ്ങൾ നയിക്കുമെന്നുള്ള ആ തീരുമാനം ആ ജനത്തിന് ഉണ്ടായി. അവർ ദൈവവചനം വായിച്ചു കേട്ടു എന്ന് മാത്രമല്ല, ദൈവസന്നിധിയിൽ അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യഹോവയെ നമസ്കരിച്ചു. അതാണ് കേട്ടോ, മടങ്ങി വരുമ്പോൾ, യഥാസ്ഥാനത്തും ഉണ്ടാകുമ്പോൾ നമ്മിൽ സംഭവിക്കേണ്ട കാര്യം അതാണ്. ഒരു ദൈവവചനം കേട്ടാൽ, കർത്താവ് നമ്മുടെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അത് കർത്താവിനോട് ഏറ്റുപറയണം, അത് ഉപേക്ഷിക്കണം. അതെത്ര വലിയതായാലും ചെറുതായാലും ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുവാൻ ഇടയാകണം. അതിന്റെ 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോ അവരുടെ പ്രാർത്ഥനയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ വായിക്കുന്നത് പുതിയ നിയമത്തിൽ അതേ പ്രാർത്ഥന തന്നെ ഉണ്ട്. അവിടെയും വായിക്കുന്നത് ആകാശവും ഭൂമിയും അവയിലുള്ള സകലവും നിർമ്മിച്ചവനായ ദൈവമേ എന്ന് പറഞ്ഞാണ് ഈ ദൈവഭക്തന്മാർ അന്നവിടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത്. അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അവർ മടങ്ങി വന്നു. അതിന്റെ 30 വരെയുള്ള വാക്യങ്ങളിൽ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത പഴയ കാര്യങ്ങളെ അവർ ഓർക്കുകയാണ്. അതൊക്കെ വായിച്ചാൽ നമുക്കറിയാം. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ആ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവെച്ച നാൾ മുതൽ അവരെ നടത്തിയ വിധങ്ങൾ ആ ജനം നന്ദിയോടുകൂടെ ഓർക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായം അതിന്റെ 38-ൽ നാം വായിക്കുന്നത്, ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായ ഒരു നിയമം ചെയ്ത് എഴുതുന്നു. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു. എന്ന് പറഞ്ഞാൽ അവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിയമം ചെയ്ത് ആ നിയമത്തിന് അവരെന്ത് ചെയ്തു? മുദ്രയിട്ടു. കർത്താവേ, ഇനി ഞങ്ങൾക്ക് അങ്ങയെ കൂടാതൊരു ജീവിതം വേണ്ട. ഇന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നെ ഓർപ്പിക്കുന്ന എന്റെ മനസ്സിൽ വരുന്ന ഒരു ഭാരം. ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ നമ്മുടെ മക്കൾ വാക്യങ്ങൾ പറയുന്നു, നമ്മുടെ യൗവനക്കാർ ആ ചിന്തകളൊക്കെ പറയുന്നു, പല കാര്യത്തിലും ആക്റ്റീവാണ്. നാളെ ഇവരെന്താകും? കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൊരിന്ത്യരെ കുറിച്ച് അന്ന് പൗലോസിന് ആ ഭയം ഉണ്ടായി. ഇന്ന് അവർ കുഴപ്പമൊന്നുമില്ല, നല്ല പാട്ടും നല്ല പ്രാർത്ഥനയും നല്ല കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നാളെ ഇവരെന്തായിത്തീരും? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും, നാമും നമ്മുടെ മക്കളും ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്യണം. ദൈവസന്നിധിയിൽ ഒരു നിയമം ചെയ്ത് നാം മുദ്രയിടണം. യോശുവ പറഞ്ഞതുപോലെ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പണ്ടത്തേതിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, കർത്താവെ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥന. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വന്നത് എന്ന് നാം കണ്ടു. അവരുടെ പഴയ കാലം എങ്ങനെയായിരുന്നു എന്നവർ ഓർത്തു. അവർ പുതിയതിലേക്ക് അല്ല, പഴയതിലേക്ക് അവർ മടങ്ങി വന്നു. ഒരു പുതിയ സമർപ്പണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഈ വചന പഠനം ഹേതുവായി നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നാം ആയിരിക്കുന്ന ഈ ചെറിയ സഭയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഇത് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.